ആക്ഷൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ അനിയൻ്റെ 19 പ്ലസ് 1 ആകുമ്പോൾ അപ്പൊ 21 17ാമത്തെ ജന്മദിന ആഘോഷമാണ്. കൊളായി അത് മാത്രം പറ്റല്ല, കൊറേ നാളായില്ലേ. അവസാനം നമ്മൾ എന്നടാ എടുത്ത മറ്റേ സെപ്റ്റംബർ 4 സ്റ്റേജ് വർക്കിന് വേണ്ടി ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനിയൻ്റെ 17ാമത്തെ ജന്മദിന 17ാമത്തെ ബർത്ത്ഡേ ആണ്. അതിൽ ഇന്നല്ല നാളെ. അപ്പോൾ നമ്മൾ ഇന്ന് 12 മണിക്ക് ഒരു കേക്ക് കട്ടിങ്ങുണ്ട്. അപ്പോൾ അതിൻ്റെ കേക്ക് വാങ്ങിക്കാനാണ് വന്നത്. അതിൻ്റെ ബാക്കി എല്ലാവർക്കും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് കേക്ക് വാങ്ങിക്കണം. കാണാം. നന്ദുജി ഉണ്ട്, നമ്മുടെ നീരുമാനി അഴുക്ക ക്യാമറമാൻ ആവല്ലേ. ഇന്നത്തെ ക്യാമറമാൻ ജിത്തുജിയാണ്. ജിത്തുജി ഞാൻ ക്യാമറമാനാണ് ഗൈസ്. ഇവ എത്തി ഒരു പൊടിക്ക് ഓവറാണല്ലേ. കട അടയ്ക്കാറിയ നമുക്ക് എന്തായാലും പോയി കേക്ക് എടുക്കാം. എടേ വാടാ, നീയൊക്കെ എന്താ വിളിച്ചോണ്ട് അത് കേക്കടാ. കട്ടിങ് വേണ്ട, കട്ടിങ് വേണ്ട, കട്ട് ചെയ്യണ്ട. ഇങ്ങനെ ഇങ്ങോട്ടാ എവിടെ ഇതൊപ്പിയാ നോക്കണ കളി ഞാൻ വെച്ചോടാ. കളിയാ ഞാൻ വെച്ചോടാ. കളിയാ ഞാൻ വെച്ചേരാ. പക്ഷെ എന്നെ കണ്ടുകൂടളിയാ. അത് ഞാൻ കാണിച്ചോളാം. ചെറുക്കൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര രഹസ്യമായിട്ടുള്ള പരിപാടിയാണ്. അവന് നമ്മൾ കിടത്തി ഉറക്കാൻ വിട്ട് ഉറങ്ങിയില്ലേ പറഞ്ഞു. ഒരാളടുത്ത് അവൻ്റെ വൈബ് നോക്കാൻ, അവനെ സീക്രട്ടായിട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ പട്ടിയെ കൊടുത്ത് വെടി കിട്ടേക്കാണ്. വെടി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഇടാതെ ഞാൻ പറയട്ടെ. പറ പറ പറ. അവനെ റൂമിൽ കിടത്തിയിരിക്കും. റൂമിൽ കിടത്തിയിരിക്കുന്നു. പക്ഷേ അവൻ ഉറങ്ങില്ല. പക്ഷെ അവൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങി. അകത്ത് കുറച്ച് ഒരുക്കമൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. നിനക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? തോക്കോ ജയിക്കോ അളിയാ? തോക്കോ തോക്കോ. ഞാൻ പറയാണ് ജയിക്കോ നോക്കിക്കോ. നമ്മള് ജയിക്കോ അളിയാ? അപ്പൊ ഗൈസ് സഞ്ജു ഔട്ടായിട്ടുണ്ട്. അല്ല, സഞ്ജു 6 അടിച്ചപ്പോ ഭയങ്കര ആഘോഷമായിരുന്നു. അതാണ്ടാ പ്രശ്നം. സഞ്ജുവിന്റെ പരിപാടി ഏതാണ്? ഒന്ന് ഫാൻ ബേസ് കൂടുമ്പോഴുള്ള പ്രശ്നം ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സിനെ കണ്ടില്ലേ? അപ്പൊ ബ്ലാസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. കളിയാക്കിയല്ല, ഞാനൊരു സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഖുറേഷി എബ്രഹാം ബ്രൈറ്റ് ടു ബി. ഇനി ഫുള്ള് സെറ്റ് ചെയ്യണം. അലങ്കാര പണികളാണ്. അലങ്കാര പണികൾ. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇതിപ്പോ ഞാനാ എടുക്കണം, നീ എടുക്കണം. ഫിറ്റ് മാച്ച്. അതിന്റെ ഇടയിൽ കൂടി കൂത്തും കൂടി. ഏതാ ഒരുത്തൻ കളി കാണാൻ വയ്യാതെ TV ഒക്കെ ഓഫ് ചെയ്തിരിക്കണ പരിപാടിയിലോട്ട് പോവാണ് ഗൈസ്. പേടിയായി, അവന് പേടിയായി. ഭയം.
കോപ്പിറൈറ്റ് ഇല്ലേ ഇപ്പൊ ആ പാട്ട് ന്യായപ്പെട്ട് യൂട്യൂബ് ഇടുമ്പോഴേ ഈ പാട്ടിന്റെ കോപ്പിറൈറ്റ് എനിക്ക് ഒരു സൗണ്ട് പൈസ പോകും. പൈസ കിട്ടൂല, കോപ്പിറൈറ്റ് കിട്ടും അവരെ. അല്ലെങ്കിൽ എന്തൊരു പൈസ കിട്ടാണ് പക്ഷെ കോപ്പിറൈറ്റ് കിട്ടും. കിട്ടാത്ത പൈസക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ഒരുത്തൻ. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടും. അതാണ് ഒരു കോൺഫിഡൻസ് ആണ് ഗൈസ്. ഈ വീഡിയോ നമ്മൾ റീച്ച് ആവുന്ന ഒരു കോൺഫിഡൻസ്. കൃത്യ സമയത്ത് പാട്ടിട്ടേ സൂപ്പർ ആയിരിക്കും. ഏയ് അതൊന്നും കിട്ടില്ലടാ, നമുക്ക് ആ സമയത്ത് കട്ട് ചെയ്യാം. ഏയ് അതായത് ഇതോളല്ലടാ കല്യാണി. അയ്യോ കൊന്നും കണ്ടുടാ. എടാ പൊട്ടാ, ഇളയരാജയുടെ പാട്ടിടാ. എടാ നീ മറ്റേ ഇളയരാജയുടെ സംഭവം തന്നെ കണ്ടില്ലേ? അതായത് ആ ഒരു പാട്ടെടുത്ത് ഒരു വേറെ മൂവി ഇട്ടപ്പോ അങ്ങേരെ സമ്മതം ഇല്ലാതെ എടുത്താ. അപ്പൊ അങ്ങേരെ സാധനം ഇപ്പൊ നിന്റെ സാധനം അതെനിക്ക് മനസ്സിലായി. ഇത് അവര് നോക്കുമെന്ന്. ഓ ഇത് ഇതിലടിക്കണോ? യൂട്യൂബിൽ വരണം ഇതല്ലേ, അത് നോർമലി ഇതിലോട്ട് ഇതാവും. നീക്ക് ഹെഡ്സെറ്റ് വെച്ച് കേളു. ഹെഡ്സെറ്റ് വെച്ചോ. അങ്ങനെയൊക്കെ ഹെഡ്സെറ്റ് ആണെങ്കിൽ എടാ വേറെ സീനൊന്നുമില്ല. നിന്റെ സാധനം എടുത്ത് മറ്റുള്ള കേൾക്കണം എങ്ങനെ ഉണ്ടാവും? ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് നിന്റെ സാധനം നീ തന്നെ വെച്ചേക്കണം. നമുക്ക് സിനിമ ഇട്ടാലാ? മോഹൻലാൽ കോപ്പിറൈറ്റ് അടിച്ചു തരുമോ? ആ നന്ന പറയില്ല അണ്ണ. മറ്റേ മാവേലി എവിടെയാ? അത് റോമൻ റൈഡ്സാ. ഇതേ കണക്ക് ഒരു അമ്മയെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുത്തര 10:30 കിടത്ത് ഉറക്കാൻ പറഞ്ഞപ്പോൾ കിളവി അവനെയും കൊടുത്ത് പട്ടിയെയും കൊണ്ട് അങ്ങ് വിടണം. നമ്മൾ കേക്ക് കൊണ്ടത് അതിന്റെ ഫ്രണ്ട് കുത്തിക്കണം. പക്ഷെ ഗായ്സ് ബുദ്ധി കൂടുതലാണ് കേട്ടാ, ബുദ്ധി കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. പോടാ ഇവാനിസിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒരു കഴിവ് വേണം. മെറിറ്റില് പോയതാണ്. പറയും പോലെ എന്റെ മാതാശ്രീ +2 പാസ്സായി മാർവേനീസിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. +2 പാസ്ഡ്, 957 മാർക്ക്, 59 മാർക്ക് കൊടുത്തു. മാമിയുടെ ഉദ്ദേശമേ നാട് വിടാനാണ്. അവന്റെ അനിയനെ അവന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുക, നാട് വിടുക. മാമിക്ക് അവിടെ കുടിക്കാൻ കൊക്കക്കോള, ഇരിക്കാൻ ചെയർ, കിടക്കാൻ ബെഡ്, പിന്നെ നിക്കാൻ ബുർജ് ഖലീഫ വരെ നിക്കിട്ടും. അത് പോവാം, രക്ഷപ്പെടും. ടോപ്പിലാണ് റൂം നോക്കണം. എനിക്ക് ഇവിടെ കുടിക്കാൻ കൊക്കക്കോള. അതാണ് മാമി എന്റെ റിമോട്ടൊക്കെ വാങ്ങിച്ചു വെക്കണ കേട്ടാ. ഇത് മറ്റേ നീ കണക്ട് ചെയ്ത് അല്ലാതെ കളി തന്നെ കാണാം. കളിക്ക് കോപ്പിറൈറ്റ് കിട്ടൂലടാ. കളിക്ക് കോപ്പിറൈറ്റ് കിട്ടൂലേ? നെരിക്ക് പൊട്ടി. ഞാൻ ഇട്ട് കാണിച്ചത് നോക്കിയോട്. കീറല്ലി അത്രേ ഉള്ളടാ, ചെറുത്, ഇത് വലുതല്ല. കബാലിഡ ഈ സോണിയിലല്ല, വേറെ. നമ്മളെപ്പോഴും ബാക്കിയുള്ള എല്ലാ കളിയും നന്നായിട്ട് കളിച്ചിട്ട് കൊണ്ട് അത് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയാണല്ലോ. ബ്ലാസ്റ്റേഴ്സ് എല്ലാ കളി ഫൈനലിലെത്തും. നീ എന്തിനു പറഞ്ഞാലും അവിടെ പിടിക്കാൻ നീ ഇവിടെ 7 വർഷം കൊണ്ടാണ് പറയാൻ നടന്നത്. ചില്ലറ സമയമൊന്നും അല്ല. നീ കളിക്കാൻ പോകുന്നത് കളിച്ച് നീ സെറ്റ് ചെയ്യാത്തത് വേണ്ടടാ, ഫൈനലിലെത്തൂല. ഫൈനലിലെത്തൂലെന്ന്. ഓ അതിനിപ്പോ ഞാൻ കൊടുക്കുമല്ലോ ഗോള് പറയും. എടുത്തു കളി എന്നെ പോലെ ആത്മധൈര്യം ഉണ്ടാക്ക്. നീ ഇങ്ങനെ അവസാനം കൊറേ പൊത്തിയിരുന്ന് കളി
കളിയുടെ എനിക്കാണ് ഉരുട്ടിച്ചോനടാ നിന്നെ പോലെ. എന്താ അമ്പോ എന്നൊക്കെ വിളിക്കണ? ഞാൻ വിളിക്കാം, ഇങ്ങനെ ഞാൻ വിളിക്കാം. ഞാൻ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്. ബുദ്ധിയുള്ള ഒരുത്തനല്ലടാ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ മാത്രമല്ല ബുദ്ധിയുള്ള ഒരാള്. ഇവന്മാർക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല. കൂട്ടുകാരന്മാരാണ് ബുദ്ധി ഇല്ലാത്തവന്മാരാ. സത്യം, 4നും ബുദ്ധിയില്ല, അല്ല 3നും ബുദ്ധിയില്ല. ഞാൻ മാത്രമേ ബുദ്ധിയുള്ളതായിട്ടുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വെച്ചു പോയാ? ആ സോറിടാ, ആ ഹാങ് ഓവർ തിരിച്ചു പോയതാ. ഇത് ഞാൻ എന്റെ ബ്ലോഗാണ്. ഞാൻ അരിപ്പൊടി ജീരകം അല്ലേ അത്? അരിപ്പൊടി ജീരകം, ആ പാട്ട് എന്റെ ആയിരുന്നു. രണ്ടുപേര് കണ്ട് വ്യൂസ് ഒക്കെ കൂടിയില്ലേ? ലൈക്കില്ല, വ്യൂസ് ഉണ്ട്. മാമിടാ അത് കഷ്ടപ്പെട്ട് എടുക്കരുത് വേണം. കാരണം അമ്മയെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു. അമ്മയെ ക്യാമറ ആണെങ്കിൽ ഇങ്ങനെ എത്തിച്ചേ, എന്നിട്ട് ഞാനാണ് ഫുള്ള് വണ്ടി ആ ഒരു അളവിന് ഓട്ടിക്കണം. പക്ഷേ അത് എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രയും കൊള്ളായിരിക്കുമെന്നത്. ഇന്ത്യൻ കളി കാണടാ, എന്തിനാ പേടിക്കാ? അവൻ നീലക്കുയിലിന്റെ ഫാനാണ്ടാ. ഞാൻ അവന്മാരെ സമ്മതിക്കണം കേട്ടാ. അവനില്ല, അവൻ എവിടെ പോയാലും അവന്റെ കയ്യിലെ ക്യാമറ ഏതൊക്കെ ആംഗിളിന്ന് എടുക്കുമെന്നറിയാവോ? അവരുടെ മോട്ടിവേഷനാണ് എനിക്ക്, മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ. അതേ ഇടറാ, വേറെ പരിപാടിയൊന്നും ഇല്ലടാ ഇറക്കാ. ആ ഫാൻ ഇട്ടോടാ, ഒക്കെ ചൂടറാ. ബുദ്ധിയുള്ള ഇപ്പൊ മനസ്സിലായി. ക്രേറ്റിനെവിടെ? ക്രേറ്റ് ഇരിക്കണം എന്റെ കോപ്പ ഇരിക്കണം. എടാ ഫാൻ ഇടറാ. എന്തിൻട്രാ കരയണ? അവന്റെ സ്ഥലം ഇവിടെ വെളിയിലാണ്, പുറത്തവന് ഓടിച്ചാടി കിടക്കണം. ഇത്ര നേരം അതിനകത്ത് ഇടുന്നതേ പൊങ്ങി. നീക്ക് ഇരിക്കണോണ്ടാണ് അതിനകത്ത് കൊണ്ടിട്ടേക്കണം. എനിക്ക് കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ല, ഇവന് മാത്രമേ കുഴപ്പമുള്ളൂ. കറക്റ്റ് ഇടുന്ന കളിയാ. അവസാനം മറ്റേ സലീം കുമാർ മെൽക്കോ എഴുതി കണക്കാവല്ലേ. പേടിക്കാതറ, എന്തിനാ ഇങ്ങനെ? 147 റണ്ണിലെ ടാർഗറ്റ്, ഇപ്പൊ 99 റണ്ണായല്ല. പന്ത് ഊതി വിടണം ഇവിടെ നിന്ന്. ജയിക്കോ? നിന്റെ ഇതിൽ എന്താ തോന്നുന്നു? ജയിക്കോ? എനിക്ക് തോന്നുന്ന ജയിക്കുമെന്നാ. സഞ്ജുവിനൊക്കെ ഇച്ചിരി അവസരം കിട്ടി, അടിക്കാൻ പറ്റണില്ല. ഒരുത്ത മുൾമൊനെ വിൽക്കോ? മുൾമൊന, മറ്റേ മുൾമൊന നിൽക്കുന്ന നിപ്പ് കണ്ട? ആ മറ്റേ കടയിൽ കയറിട്ട് നോക്കിയപ്പോ ഫോണും വെച്ചോണ്ടിരിക്കാണ്. എന്തോ അതെ, ശ്രദ്ധിച്ചു നോക്കിയാ മതി. സീനാണ് ഫോൺ എടുത്തില്ല. നീ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാൽ കേൾക്കില്ല. ഭയങ്കര അഡിക്റ്റ് ആണ് ചെറുക്ക്. ഇത്ര പന്ത് മനസ്സിലാണ്. അല്ലെങ്കിൽ ഇവന്റെ വാ തുറക്കണം, നല്ല വൃത്തികെട്ട വായാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നല്ല വൃത്തികെട്ട വായാണത്. അതൊക്കെ എന്റെ വാ.
വായിന്ന് ചെറ്റ വർത്താനം വരൂല. തന്റെയൊക്കെ ആവശ്യം. ഇതെങ്ങാനും മറ്റേ കൃഷ്ണൻകുട്ടി എടാ എന്നെ അടിച്ച് വെളിയിലാക്കോളാർക്ക്. എന്നെ അങ്ങോട്ട് പോണില്ല. അയ്യോ എന്നൊക്കെ ഭയങ്കര നല്ലതോടെ ഇരിക്കണ്ടേ വീട്ടുകാര്. ആ ഉറക്കാ പറയണേ. പിടിച്ചോ പിടിച്ചോ. കണ്ട് പഠിയണ കോഡ് ഭാഷ വള്ളി നീളം മതി. നീളം വിടാൻ മതി. ആര് അങ്ങോട്ടാ പട്ടി കരച്ചിലറിയണേ. ഇവന്മാരെന്തായാലും ഇപ്പൊ കെട്ടിത്തീർന്ന് എനിക്ക് തോന്നല്ല ഗൈസ്. അപ്പൊ കെട്ടിത്തീർന്നിട്ട് വേണം നമുക്ക് കാണിച്ചു തരാം. ആ സൂപ്പർ. എല്ലാം കൂടെ ഇപ്പൊ താഴെ വരും. പുറത്തോടെ ആനയടിക്കുകയാണ് ഗൈസ്. മറ മറ മുമ്പേ നിന്ന് മാറ. അതിൻ്റെ ഇടയിൽ കയറി അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ. കറക്റ്റ് തന്നെ അറിയാ, കറക്റ്റ് തന്നെ. വരുന്നതൊക്കെ ഊതണവന്മാരെ ശ്രദ്ധയ്ക്ക് പൊട്ടിക്കല്ലേ. നീ ഫാനിട്ടോ ഫാനിട്ടോ. നീ ക്യാമറമാനല്ലേ, നീ വണ്ടി കാട്ടില്ലേ. ശരി എൻ്റെ 360 ആയിരുന്നു അത്. അടയ്ക്കാൻ പോണ ഗൈസ്. അയ്യോ ഞാൻ ഇവിടെ എനിക്ക് വഴി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സോഫയൊക്കെ മാറ്റി ഇവിടെ ഒരു സെൻറ്റർ ആക്കണം. ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ഇതാക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെയൊന്നും ചെയ്യില്ല, കാരണം അവ ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണരുത്, അതാണ് നമ്മളെ പ്ലാൻ. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. അറിയാമെന്ന് തോന്നുന്നില്ല, ഡൗട്ട് അടിച്ചെന്നാണ് ഉമ്മാരെയൊക്കെ ബഹളം കാരണം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ലെ എന്ത് പ്രത്യേകിച്ച് ഇവൻ്റെ ബലൂണും ഇതൊക്കെ ബലൂണും
എല്ലാം ഒന്നിനും ഒരു ബുദ്ധിയില്ലെന്നാണ് പറയണ. എനിക്കില്ല. നീ എന്താ അടിച്ചിട്ടാ എന്തൊക്കെ ഉണ്ടോ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ അച്ഛ എവിടെയെങ്കിലും വയ്ക്കാം. എങ്ങനെ പോകും? ഇല്ലെന്നില്ല അവിടെ അതാണ് നമുക്ക് വേണ്ട സാധനം. പ്ലാൻ എന്തെന്ന് പറഞ്ഞില്ല. പ്ലാൻ എന്തെന്ന് പറഞ്ഞില്ല. നീ വീഡിയോ എടുക്കണം. ഞാൻ അകത്തുനിന്ന് വിളിച്ചിട്ട് വരാം. നീ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്താൽ മതി. നീ ഇതിൻ്റെ കൂടെ ഇരുന്ന് ഇറങ്ങി പൊട്ടിക്കണം. ഞാൻ ഇറങ്ങി പൊട്ടിക്കണം. അതിൻ്റെ പുറകെ കാണും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ആ ചിന്തയുണ്ട ഇത് തുറന്നിട്ട് നോക്കാൻ പറഞ്ഞാൽ അത് ഇവിടെ ഏറ്റവും കുറച്ചു. ഞാൻ വിളിക്കാൻ പോകാൻ ജിപ്പിന് വയ്യാണ്ടായി. അത് വോയിസ് എത്തില്ല. ഞാൻ വിളിക്കാൻ പോകാൻ പറഞ്ഞാൽ നിനക്ക് വയ്യാണ്ടായി പെട്ടെന്ന് ആശുപത്രി പോകുന്നു ഞാൻ പറഞ്ഞിട്ട് വിളിക്കണം. അങ്ങനെ നോക്കാം. ഞാൻ പോയി ആദ്യം ചിലപ്പോൾ എനിക്ക് അങ്ങ് ഡൗട്ട് ഉണ്ടോ എന്ന് തോന്നുന്നു. ചെറുതായി ഞാൻ നോക്കാം. വലിയ കൂടി ചേച്ചി പോയി വിളിക്കാൻ മതി. നീ ഇവിടെ ഇരിക്കണം. ഇവിടെ നിന്ന് ഒരു ആംഗിൾ വെച്ചാൽ മതി. ഓക്കെ മനസ്സിലായോ? ഇറങ്ങി പറഞ്ഞ പോപ്പർ പൊട്ടണേ. എടാ ഇവിടെ വെച്ചാലാ ഇവിടെ എങ്ങനെ വെച്ചിരുന്നത്? അത് ഇതായി പോകും. ഫോട്ടോ ഇട്ട് പോകും. ലാസ്റ്റ് പോകുന്നതാണ്. എങ്ങനെ വയ്ക്കാം? അത് താഴെയായി പോയി. ഇത് താഴെയായി പോകും. അല്ലെങ്കിൽ മുന്നേ നിർത്താം. മുന്നേ വീഡിയോ എടുക്കാൻ നിർത്താം. നീ പോപ്പർ പൊട്ടിയില്ലെങ്കിൽ ആ പൊട്ടിക്കിട്ട് നിനക്ക് എല്ലാം ഏതെങ്കിലും ഒന്ന് കേട. ഇവിടെ അതല്ല ക്യാമറ വെച്ചാൽ കാണുന്നത് ഇവിടെ എടുക്കണം. ഇല്ല എടാ അത് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയല്ലേ പോകും. എടാ ഇവിടെ എനിക്ക് ഫേസ് ചെയ്യണം. എടാ പൊട്ടാട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പോപ്പർ പൊട്ടണം. ഓക്കെ ഓക്കെ മനസ്സിലായ? ഇറങ്ങുന്നതും പോപ്പർ പൊട്ടിക്കണം. ഓ ശരി 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 മനസ്സിലായ? അവ ഇറങ്ങി വന്നിട്ടല്ല പൊട്ടിക്കാറ്. എല്ലാം മനസ്സിലായി. അവ ഇറങ്ങി വന്നിട്ടല്ല ഇറങ്ങണം പൊട്ടിക്കും. ഇത് മിക്കവാറും ഇറങ്ങിയ ശേഷം ഓപ്പർ പൊട്ടും. ഇറങ്ങിയിട്ട് പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവന്മാരെടുത്ത് വിളിക്കാൻ പറയണം. എന്ന് പറഞ്ഞ് വിളിക്കാൻ പറയണം. ഓക്കെ ഓക്കെ അമ്മേ സിറ്റിയിട്ട് ഞാൻ വന്നിട്ട് പിന്നെ വിളിക്കാം. മതി മതി മതി. മതിയല്ലേ? അല്ലാണ്ട കൊരുത്തിട്ടിട്ട് പോടാം. അപ്പം ഞാൻ എടുത്തിടാൻ പോയി. അല്ല നമുക്ക് അവനെ പിടിക്കാനില്ല. വലിയ ഞാൻ എടുക്കാൻ പാടില്ല. ഓ ചെറിയതാണ്. ഗൈസ് സമയമായി 42 11 ആ സത്യം ഇവൻ എന്തിനു കൊണ്ടുവന്നാ ഇരിക്കുന്നു ക്രിക്കറ്റ് കളിയും കണ്ട്. അവൻ്റെ ആത്മാർത്ഥത കണ്ട ഇപ്പൊ കരയോ അവൻ? കരയോടാ നീ ഇപ്പം? കളി കണ്ട് ഇപ്പൊ കരയുമ്പോ അതൊന്നും ഞാൻ കാലിലിടെ കൂടെ ആംഗിൾ എടുക്കട്ടെ കളിയെ.
എത്രടാ? സിക്സാ അതെന്താ താടിയില്ല താടി ഇത് നമുക്ക് രണ്ട് സന്തോഷം. സത്യം ജയിക്കണ ജയിക്കുന്ന സന്തോഷം, രണ്ടാമത്തെ ഇതിന്റെ സന്തോഷം. അവിടെ എന്തൊരു ചേട്ടനാ കേറൂലടാ ഇരിക്കാ. കറക്റ്റാടാ. ഇന്ന് രാത്രിത്തോടെ സംഭവിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നാൽ അറിയാ. നാട്ടുകാരുടെ കല്യാണമൊക്കെ നടന്നാൽ മതിയാ. നിന്റെ കല്യാണം നടത്താം. നിന്റെ കല്യാണം നടത്താ. നിന്റെ കല്യാണം നടത്താം. എനിക്ക് പെണ്ണ് കണ്ടാലും സിഗ്മ രണ്ട് കെട്ട പരുവത്തിലേക്ക് ഇന്ത്യയുടെ കളിയിൽ ബർത്ത്ഡേ. കേക്ക് എടുത്തിട്ട് പൊട്ടിക്കല്ലേ. കേക്ക് സാധാരണ സീനല്ലേ. എവിടെ പൊളിക്കണ കഴിവേറെ അത്രയൊന്നും പൊളിക്കട്ട. ഇടയ്ക്ക് ഇവൻ പൊളിക്കും കേട്ടത്. ഇവൻ തിരിച്ചു വെച്ച് പൊട്ടിക്ക. ഇവൻ മിക്കാറ് തിരിച്ചു വെച്ചിട്ട് സാമാനത്തിൽ പൊട്ടിച്ചു കൊടുക്കും. അത് ഇരുമ്പുണ്ട്, അതിലൊന്ന് അടിച്ച സൂപ്പറായിരിക്കും. കേക്ക് കത്തിക്കണം, തിരിച്ചു വെച്ചേ. കേക്ക് കത്തിക്കണം. ഇതാണ് വയ്ക്കാമല്ലോ ക്യാമറ ഈ സൈഡിലാണ്. അടച്ചിട്ടോ. ഇത് കുറച്ച് കേക്ക് വീട്ടിൽ കൊണ്ടുപോകണം. പക്ഷെ കുറച്ചൊക്കെ പാത്രത്തിലേക്ക് തരണേ. എന്തറിഞ്ഞു കൊണ്ടുപോയി. അല്ല അമ്മയ്ക്ക് സത്യം അമ്മയ്ക്കൊന്നും പറഞ്ഞ് കൊണ്ടുപോയി കയറ്റാനാണ്. പേര് ഷുഗർ കട്ട്. എടാ സത്യം ഇവിടെ അമ്മ പറഞ്ഞതാ തന്നൂറ് മക്കളായിരുന്നു. അത് തന്നൂടാ. ഇന്ത്യ ജയിക്കും കളിയാ. സമയത്രായി. നീ ബ്ലോഗർ ചുമ്മാ എടുത്തായി. നീ എടുക്കണ്ട, ഇങ്ങനെ പിടിച്ചാൽ മതി. 11:50 എടുത്താൽ മതി. ക്യാമറ ഒട്ടും കളിയായത് ഒട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിന്ന് പോയി അവനെ വിളിച്ചിട്ട് വേണം. അമ്മയെ നീട്ടി ചെയ്യണം, അച്ഛനെ നീട്ടി ചേർക്കണം. എന്നിട്ട് പോയി വിളിച്ചിട്ട് വരാം. എടാ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. നീ ഇവിടെ ഇരുന്ന് റീൽ എടുക്കണം. നീ അവൻ്റെ കൂടെ അവിടെ നിന്ന് വ്ളോഗ് എടുക്കണം. അത് ഇവിടെ നിന്നായിരിക്കും ഞാൻ ഇത് ഓഫ് ചെയ്ത് വെക്കാനാ. അമ്മയെ വിളിച്ച് ഞാൻ നിർത്താം. അമ്മയെ വിളിച്ച് നിർത്തിയിട്ട് നീ ഓഫ് ചെയ്തു. നീ ഇങ്ങനെ അമ്മയെ വിളിച്ച് നിർത്തിയിട്ട് സിഗ്നൽ തരാൻ പറ്റും. അമ്മ സിഗ്നൽ തരുമ്പോൾ നീ തരണം. ഞാൻ ഇതിന് നെട്ട് വന്നു.
പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാം വിളിച്ചോ. അത് കൊള്ളാം, അത് കൊള്ളാം. നമ്മൾ വിളിക്കാൻ പോകുന്നത് ചിത്തിന് വയ്യാണ്ടായി പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം പാടാന്ന് പറഞ്ഞു. ഇല്ല അവൻ പറഞ്ഞതാണ് ഫുഡ് കഴിക്കാൻ വിളി വേണം. ചിത്തിന് വയ്യാണ്ടാക്കണ്ട, ഫുഡ് കഴിക്കാൻ വിളി വേണം വിളിച്ചിട്ടരാം. ഓക്കെ 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 ഓക്കെ. എടേ കളി എന്തായിരുന്നു? എന്തരേ ഇപ്പോൾ ഞാനൊരു ടെസ്റ്റ് കൊണ്ടുവച്ച 11:51 12 മണിയായില്ലേ. ഞാൻ ഓഫ് ചെയ്യട്ടെ? എടേ ഇത് ഓഫ് ചെയ്യണോ? അതാണ് അത് കണ്ടിന്യൂ. ഓക്കെ. ആർക്കും ബുദ്ധിയില്ല ഇവിടെ. എനിക്കത് 10 രൂപ ലഡു അല്ലേ ഉണ്ടാൻ പോയി ലഡു വാങ്ങിച്ചാ ലഡു അല്ല ആക്കളൊക്കെ ഇത് കണ്ടായിരുന്നു. ഡാഡ് ടു ബി, ഇത് ബ്രൈറ്റ് ടു ബി, അത് ഡാഡ് ടു ബി. ഇത് ഡാഡ് ടു ബി, അച്ഛനാവാൻ പോണേനു. ഇതൊരു ശുഷ്കാന്തി, പഠിക്കണേ പോലും കാണൂല ഇവന്മാർക്ക് ഇത്രയും ശുഷ്കാന്തി. സമയം എത്രയായിരുന്നു? 54. അപ്പം വരുമ്പോൾ മുറിക്കാറാകുമ്പോൾ കറക്റ്റാകുമ്പോൾ കഴിയും അല്ലേ? അത്രയല്ലേ അമ്മ വിളി, ഞാൻ വിളിക്കില്ല. എനിക്ക് കഴിയും. എനിക്ക് സമയം 6 മിനിറ്റ് ഉണ്ടാ. അവനെ വിളിച്ചിട്ട് വരുമ്പോൾ കറക്റ്റ് സമയമായിരിക്കും. 6 മിനിറ്റ് നേരത്തെ ഇതല്ലേ നമ്മളെ ഒരു മൈക്ക് നീ ചുമ്മാ ഇല്ല. ഞാൻ വിളിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ 3 മണി ഞാൻ വിളിച്ചിട്ടില്ല. അമ്മ ഇവിടെ നിന്നാണ്. അങ്ങനെ അവൻ എനിക്ക് തോന്നുന്നു അവന് സംശയം അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിനിപ്പോൾ എന്ത് സസ്പെൻസ് അല്ലേ? ഓക്കെ വിളിക്കട്ടെ. ബഹളങ്ങോട്ട് നിൽക്കണില്ല. പറ്റില്ല. എന്തൊരു നീ അതിലെ റീലെടുത്തോ? വ്ളോഗിൽ വേണ്ട, റീലെടുത്താൽ മതി. റീലാ? അതല്ല, അവൻ പറഞ്ഞേക്ക് എടുത്തോ. ഇതൊക്കെ പൊട്ടിക്കണേക്ക് എടുക്കണം കേട്ടാ. ഞാൻ എടുത്തോണേ. ഇതെന്താ ഇങ്ങനെ? അത് ഇങ്ങനെ എന്തൊക്കെയായി നമുക്ക്
കുഴപ്പമില്ല വരുമ്പോൾ കറക്റ്റായില്ല. അല്ല 3 മിനിറ്റ് 2 മിനിറ്റ് അപ്പം ഉറപ്പിട്ട് കറക്റ്റ് വരുമ്പോൾ കൊണ്ടുവന്നിട്ട് പോകും. സെറ്റാണ് 12 മണിക്ക് ശേഷം വിളിച്ചാൽ പഴയ വിളി ഇപ്പം വിളിച്ചാൽ അവൻ പോകാൻ പറഞ്ഞാൽ കണ്ടില്ലേ. ഓ അവനെ വിളിച്ചാൽ അവൻ കിളിയില്ല, ഉറങ്ങിയില്ലെങ്കിൽ കിളിയില്ല. അപ്പോൾ അങ്ങനെ തീർത്തനാണ് അവന് കിളി വരുത്തണം. ഇപ്പൊ എത്രയായി? സംശയം വരും. നീ അതിലേക്ക് പോയി ഷോട്ടൊക്കെ എടുക്കും. പക്ഷെ ഇരുട്ടാണ് കണ്ടുകൊള്ളാം. ദുബായി കയറി പോകുമ്പോഴാണ് കാണിച്ചിട്ട് പോകാൻ ഒട്ടോടെ അത് കൊള്ളാം. എല്ലാ സസ്പെൻസ് നന്നായിട്ടുണ്ട്. ഒളിപ്പിരടാന്ന് പറയാ. എങ്ങനെ ഒളിപ്പിക്കാ? ഓ ഇല്ലേ, ഫോണിൽ കളിപ്പിക്കാ. ഞാൻ നിന്റെ പിറകിലാണ് വെച്ചത്, ഞാൻ എങ്ങനെ അറിയാം? മറ്റേ ആ തൊപ്പി അത്ര കാണാൻ പറ്റുന്നു. ചെറുതായിട്ട് പാഴിയെങ്കിലും ഇത് പക്ഷെ നീ അറിഞ്ഞില്ലല്ലോ, ഇതുള്ളത് നീ അറിഞ്ഞില്ലല്ലോ. പോപ്പർ തൊപ്പി ഉണ്ടായിരുന്നു ഞാൻ കണ്ടെന്ന്. എവിടെ പോപ്പർ തൊപ്പി ഉണ്ടായിരുന്നു? തൊപ്പി ഉള്ളത് കണ്ട് പോപ്പർ ഇല്ല. അത് കേക്കിനകത്താണ്. ഇത്രയും പ്ലാൻ ചെയ്തതെല്ലാം പൊട്ടി. നിനക്ക് കുറച്ചൊക്കെ സർപ്രൈസ് അഭിനയിച്ചൂടെ? ഓൻ ചെന്നപ്പോഴേ ഭയങ്കര സിനിമ സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ തന്നെ ലൈറ്റ് ഞാൻ വിളിക്കാൻ ചെന്നപ്പോ കുറച്ചൊക്കെ സർപ്രൈസ് ഇട്ടൂടെ എനിക്ക്? 5 ബോൾ 8 അല്ലേ? എന്തായാലും സർപ്രൈസ് പൊളിഞ്ഞു. കേക്കൂറി അച്ഛാ അച്ഛാ കേക്കൂറി വാ. എടാ നന്ദു അത് എല്ലാം ഹാപ്പി ബർത്ത്ഡേ അല്ല, ബ്രൈറ്റ് ടു ബി. ഡാറ്റ് ടു ബി. അച്ഛനെ മോളെ എഴുതിട്ടല്ലേ പെണ്ണില്ലാത്തവൻ അച്ഛനായിട്ട് ഇതെന്തിരി? അതൊരു താനം. 4 ബോൾ ജയിക്കാനോ? മതി മതി. രണ്ട് സന്തോഷം പറഞ്ഞാൽ ഓ മതി മതി, എങ്ങനെയെങ്കിലും ജയിക്കണം. ഇത് പിഴാനെങ്കിലും പിടി. നീ നന്ദൊന്നുണ്ട് ഞാൻ അവിടെ. ഇത് പിടിയണ, ഇത് പിടിക്കാൻ. സർപ്രൈസ് ചെയ്യാൻ നോക്കിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പരിപാടി ലൈറ്റർ വേണോ? ലൈറ്റർ അല്ല, നിന്റെയൊക്കെ വായിക്കാത്തോണ്ട് ഞാൻ വിചാരിച്ചു ലൈറ്റർ വാങ്ങാൻ. അത് ഇത്രയും പാടില്ലേ? ലൈറ്റർ ഉണ്ടോ? ആരോട്? പക്ഷെ കാണാനില്ല. കാണാനില്ല. ജയിക്കുമ്പോ കേക്കും. ഇന്ത്യ ജയിച്ച്. ഇന്ത്യ ജയിച്ച് ഗൈസ്, ഇന്ത്യ ജയിച്ച്. ഇന്ത്യ ജയിച്ച്. ആ നമ്മളെ പ്രധാന അതിഥി വന്നിട്ടുണ്ട്. കേക്കായിരിക്കും കാണണം. മുറി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഊത് 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 ഊത്. പടുത്ത
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ചെല്ലു ശ്രീജ. ചെല്ലിയാണ് ഞങ്ങൾക്ക്. അതിന് നീ ഏതാ? സ്വന്തം ചാനൽ ഒന്നില്ല. ഇത്ര സെറ്റ് ചെയ്ത ചാനൽ ഒന്നില്ല. ക്രീമാക്കി എന്താടാ ക്രീമാ? അപ്പം ദിസ് ഈസ് ബർത്ത്ഡേ പാർട്ടി. ചെറുതായിട്ട് എനിക്ക് ഞാൻ താഴെ വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവൻ കണ്ടെന്ന്. ഇവൻ കണ്ടിട്ട് നൈസാ തിരിഞ്ഞങ്ങ് നടന്നേ അല്ലേ? ഇവ കണ്ടിട്ട് നൈസാ തിരിഞ്ഞ് നടന്നേ. ഞാൻ കറക്റ്റ് വണ്ടി ചവിട്ടി, പക്ഷെ ഇവ ഇറങ്ങാൻ ഡിലേ വന്നു. മുനോറൊക്കെ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. മാമിയാണ് ഈ കിളവീരുടെ അടുത്ത് പറഞ്ഞു വരണമെന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞു ഞാൻ വീട് കിടക്കും. ഈ അമ്മ ഭയങ്കര ശോഭയുടെ അമ്മ. ശരിയല്ല, അമ്മ പ്ലാനിങ് ഭയങ്കര മോശം. അമ്മ എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ ചലിച്ചു. ഷുഗർ കട്ട് ഗൈസ്. എടാ മുന്നേക്ക് കൊടുത്താ? ചാർലിക്ക് കൊടുത്താ? ചാർലിക്ക് കൊടുത്താ? ചാർലിക്ക് കൊടുത്തി. മുന്നേക്ക് കൊടുത്തു വിട്ടാണ് കേട്ടാ. കഴിച്ചില്ലേ? ബർത്ത്ഡേ പോയി കഴിച്ചില്ലേ? ഞാൻ തിന്നണമെന്നല്ലേ പറഞ്ഞ, ചുമ്മാ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കല്ലേന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. എടാ ഷുഗർ കട്ട് ഉള്ളവനാണ്. മുതക്ക് ക്രീം നോക്കിയാണ് എടുക്കുന്നത്. ഇതാ എന്ത് കഴിയടാ? മതിയാ? ഇതാ ഏട് ഇത് ഇത്തപ്പുറം കൂടി കഴിയും. പാളിപ്പോയ ബർത്ത്ഡേ ആണെങ്കിലും കേക്ക് കൊള്ളാം. പിന്നെ 2 സന്തോഷ. എടാ ജിത്തെ ലൈറ്റ് ഇട്ടാ? ഫുൾ സ്വിച്ച് കിട്ടോ? എന്തോ 2 സന്തോഷം നമുക്ക്. എല്ലാ സ്വിച്ച് കിട്ടോ? ഇന്ത്യയും ജയിച്ചു, ബർത്ത്ഡേ ആഘോഷിച്ചു. പതിനേഴ് വയസ്സാ. ഡെഡ് ടു ബി എവിടെയാ? നേരെ കാണില്ലേ? ഡെഡ് ടു ബി ഡാഡ് ടു ബി അറിഞ്ഞൂടെ? മം ടു ബി, ഡാഡ് ടു ബി. അച്ഛനമ്മ വീട്ടിലാക്കി തൽക്കാലം ചെറുക്ക മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യ ജയിച്ചതിന്റെ സന്തോഷം. ഇന്ത്യ ജയിച്ചു. ഇന്ത്യ ഗൈസ് എല്ലാം കുറച്ച് അഭിനയിക്കായിരുന്നടാ. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടേ അഭിനയിക്കാതിരുന്നത് ഒരു മോശം തന്നെ. ചാർലി വേളം ഉണ്ടാക്കി. ഇവനാണ് മെയിൻ ആയിട്ട് ഇത് പൊളിക്കാൻ കാരണം. കറക്റ്റ് ഇവന്റെ മുറി തന്നെ കൊണ്ട് കെട്ടിയിരുന്നു. അത് മുനോറിന്റെ പേടിയാണ്. പേടിയല്ല, അവൻ തൊട്ട അവന് മറ്റേ പ്രശ്നം 7 വെള്ളത്തിൽ കഴിവണം. അതിവിടെ ചോദിച്ചില്ല. ഇതുള്ളതുകൊണ്ട് 9 വെള്ളത്തിൽ കഴിവാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ചെയ്യടാ. തിണ്ടി ഒരുത്തരോടെ നിക്കണ കാണാമോ? അവര് ചെവിക്കകത്തിട്ടാണ് പൊട്ടിക്കാനുള്ളത്. നീ ഞാൻ ഇവിടെ നിക്കണ എന്ത് സൈഡിൽ ഇങ്ങനെ പോയിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇവൻ കൊളാക്കും കൊളാക്കും. ഞാൻ പക്ഷെ കിടിലോരുന്നടാ. നീ നമ്മൾ കൊണ്ടുവന്നപ്പോഴേ അറിഞ്ഞില്ലേ? ഈ ബലൂണിന്റെ ശബ്ദം കേൾപ്പിച്ച് ഞാനാണ്ടാ.
പക്ഷെ നിനക്കൊരു സംശയം അടിച്ചില്ലേ നമ്മളിവിടെ കിടന്ന് കറങ്ങണ കണ്ടപ്പോ? ചേട്ടാ 5-6 വട്ടം വന്നപ്പോഴേ ഇല്ലടാ ഇത് രാവിലെ ഇരിക്കും. 5 മണിക്ക് പോണം എന്നൊക്കെ പറഞ്ഞപ്പോ രാവിലെ ഇരിക്കും. സത്യം പറയാല. പക്ഷേ 12 മണി അപ്പോഴായിരുന്നു പൊട്ടി. നിങ്ങള് ഇവിടെ സോഫ ചെറുതായിട്ടൊക്കെ സൗണ്ട് വരാൻ തുടങ്ങി. ബലൂണ് തിരിക്കണേ. ഓ എടാ ഇത് നമ്മ തിരിക്കുമ്പോ സൗണ്ട് വരും. അത് ഇവിടെ തിരിക്കും. ഇവനാണ് ഇവ ഞാനല്ലടാ സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി, ഞാനല്ല. അപ്പോഴാണ് മുന്നോട്ടം പറഞ്ഞ 54 ആയേ ഉള്ളൂ. അപ്പോഴാണ് എണീച്ച് അവിടെ പോയത്. പക്ഷെ വല്ലാതെ കഷ്ടമായിപ്പോടാ അത്. പൂരങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ പൂക്കടാ. കണ്ടറൊക്കെ സ്കൂൾ യൂണിഫോം എടുത്തിട്ടുണ്ടോ നിങ്ങൾ? യൂണിഫോം അല്ല. എടാ സൂം ചെയ്യുന്നുണ്ടോ നീ? വാ. അവൻ നേരത്തെ പറഞ്ഞോളൂ വരണ്ടായിരുന്നെന്ന് വൃത്തിയാക്കാൻ. അയ്യോ സൈഡാ മറ്റേ ഇവന്റെ ചാർലിന്റെ കേക്കടാ. ഈ സന്ദർഭങ്ങളിലാണ് എടുത്തു വേണ്ടാ. ഈ സന്ദർഭങ്ങളിലാണ് നമുക്ക് തോന്നുന്നത് ഇത് പൊട്ടിക്കണ്ടായിരുന്നു. സത്യോടോ നമുക്കേ ഒരു 4-3 മണിയായിട്ട് പൊട്ടിച്ചാൽ അപ്പൊ ഉറങ്ങുവരുന്നടാ. അല്ല പക്ഷെ നന്ദുവിനെ ഇതെങ്കിൽ പൊട്ടിക്കാൻ കറക്റ്റ് പൊട്ടിച്ച് ചെവി അടിച്ചു പൊട്ടിച്ച് മറ്റോ വന്ന് ഫ്രണ്ട് ചെടിയോ അപ്പ പൊട്ടിച്ച്. സെൻസർ ആയിരുന്നു. ഞാൻ ഒന്ന് പറയുന്നതേ പൊട്ടി. അവൻ ഞെട്ടി സച്ചു. വീഡിയോ നോക്കുമ്പോ അറിയാം അവൻ ഞെട്ടി. അവൻ ഒരു പണിയും ചെയ്യാതെ കിടക്കുകയാണ്. ഒരു പണി ഒരു ക്യാമറ ഇത്ര നേരം ക്യാമറ എടുക്കാൻ വയ്യായിരുന്നു. നീലക്കുയിലിന്റെ ഫ്രണ്ടാ ഞാൻ. നീലക്കുയിലിന്റെ ചങ്ങായി. പുള്ളിയെ സമ്മതിക്കണോടെ എത്ര ക്യാമറ വയ്ക്കണ പുള്ളി. നീ ആസാണ് റാസ്. ചതച്ചില്ലേ ഞങ്ങള്? എനിക്ക് അതിലാണ് സങ്കടം. ഫാൻ ഇവിടെ ഫാൻ ഇല്ലടാ. ഇല്ലല്ല അവൻ ഒരു ബലൂൺ ഒരിക്കലും അതായിരിക്കും നീ കണ്ടത്. അമ്മ ഇവനെ കിടത്തി ഉറക്കാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളിങ്ങ് വന്നത്. കറക്റ്റ് നമ്മൾ വന്നപ്പോ ഇവിടെ നിൽക്കണേ. എനിക്ക് അപ്പഴേ തോന്നി ഇവൻ കണ്ടത്. എനിക്ക് അല്ലടാ ഞാനും കണ്ടു. കാരണം ഞാനാണ് ലൈറ്റ് അടിച്ചു. എല്ലാം എന്റെ തലയിലാ കുഴപ്പത്തെ പറഞ്ഞ. ആ ബലൂണ് തിരിച്ച് ശബ്ദം ഉണ്ടാക്കിയത് ഞാൻ. അവിടെ നിന്ന് ഹെഡ്ലൈറ്റ് ഓണാക്കി കാണിച്ചെടുത്തത് ഞാൻ. കവർ എടുത്ത് വെക്കണേന്ന് കണ്ടില്ല. ഇല്ലടാ അവൻ കണ്ടാ. തുറന്നിരിക്കുന്നു. ബലൂണ് തിരിക്കിയതും പിന്നെ 54 മുനോറാറിന്റെ 54 ഞാൻ കേട്ടത്. 54 54 ആ വേസ്റ്റ്. ചാർലി മാറ്. മാറ്റണം. ജയിച്ചല്ലടാ ഇന്ത്യ. നീ എവിടെ എടുത്തു? ക്യാമറയാ അകത്തല്ലേ വിളിച്ചു. അതിനെ തട്ടിയിട്ട് കേട്ടറാ. ഇതെന്തറാ ഇത്? എവിടെ ഉരുണ്ടാ എന്റെ മണ്ടേ കൂടെ. വന്ദേ മാതരം. മന്തി വേണോ? ഡേയ് മന്തി. എടാ നിനക്കൊക്കെ ഇപ്പൊ എടാ നിന്റെ അടുത്താണ് ചോദിക്കുന്നത്. മന്തി വേണോ ദോശയും മുട്ടക്കറിയും വേണോ? പറ. ഏങ്കിലും ഒന്നേ ഉള്ളൂ. പറ എന്തൊരു പറ എന്തൊരു പാട് പറ. പെട്ടെന്ന് പറ. മന്തി വേണോ ദോശയും മുട്ടക്കറിയും വേണോ? പറ. ദോശയും അല്ല നേരെ ബേക്കറി. നിനക്ക് എന്തൊരു വേണം പറ. എന്തിനാ ഇത്ര സമയം ഇവിടെ? എന്തിനു വേണം? മന്തി വേണോ ദോശ? മുട്ടക്കറിയും ദോശയും. മന്തി എന്ന് പറഞ്ഞെങ്കിൽ അതേ വാങ്ങിച്ചു കൊടുക്കും. അതേ സത്യം. മുട്ടക്കറിയും ദോശയും മതി മതി. നീ ആ കണ്ണീര് തുടച്ചിച്ചോറ. ബിരിയാണി ചെമ്പാ കഴിഞ്ഞു. ഒരേ പിടി. ഇവ ശരിയല്ല കേട്ടാ. സൂക്ഷിച്ചു.
കസാര കഴിഞ്ഞു വണ്ടി എവിടെയാ? അതല്ലതാ ഇത്. കുറച്ചെങ്കിലും ബുധനാഴ്ച ലീവ്, എന്നിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം 6 to 9 വരെ ക്ലാസ്. വിജയദശമി 2 ദിവസം. തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഈ ആഴ്ച ഫുള്ള് അവധി എടുത്തുകൂടി. മന്ദബുദ്ധിയിലാണെന്ന് തോന്നുന്നു. തിങ്കളും വെള്ളി അവധി എടുത്ത 11 ദിവസം വീട്ടിൽ കിടന്നുകൂടി. മുനറ തന്നെ ചേരുള്ളത്. അതുകൊണ്ട് ജിത്തേ വെച്ചിപ്പോണ്ട തെറ്റ്. അവിടെ നിന്ന് ഇവിടെ മന്തി ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടെ വരെ നീ പോകണം, അല്ലെങ്കിൽ ഞാൻ അവിടെ അതല്ല കഴിച്ച ഇതിൽ എണ്ണ അടിക്കോ ഇല്ലേ നീ? ഇതിന് എണ്ണ അടിക്കും നമ്മൾ അടിച്ചിരിക്കും. നമ്മളല്ല നീ. ഓ ശരി, 50 ഞാൻ 50 നീ 50 ഞാൻ 50 നീ. ഓക്കെ നന്ദു വാടാ, നമുക്ക് അവിടെ പോയി മന്തി ഉണ്ട്. ഓക്കെ, അവിടെ മന്തി ഉണ്ടോ? നീ വന്നു. എല്ലാരും വരില്ല, അമ്മ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ നമ്മളിപ്പോ ക്യാപിറ്റൽ മന്തിയിലോട്ടാണ് പോണ. ക്യാപിറ്റൽ മന്തിയിൽ മന്തി ഉണ്ടെങ്കിൽ മന്തി ഉണ്ട് ഗൈ, മന്തി ഉണ്ട്. 50 എണ്ണ അടിക്കുക 50 വെച്ച് പൊട്ടി. എനിക്ക് ചായക്കട മന്തിക്കട എനിക്കറിയാം, എന്റെ അടുത്ത് വെച്ച് വെക്കരുത്. എണ്ണ അവ അടിക്കും, മന്തി ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. ഒരു ഊഹം വെച്ച് ചുമ്മാ പോയി കറക്കിയിട്ട് നോക്കിയാണ് കറക്റ്റ് കിട്ടി. ക്യാപിറ്റൽ മന്തി ഹൗസ് എന്നാണ് പറഞ്ഞ, അല്ലാണ്ട് തേങ്ങാക്കറി ഹൗസ് എന്നല്ല പറഞ്ഞ. സംസ്കാരം ഇല്ലാത്ത ഒന്നുമില്ല എന്നാ ഭവൻ പറഞ്ഞു. വെഞ്ഞാറോടുള്ളത് അത് വെഞ്ഞാറമൂട്. ഇത് എടാ വെഞ്ഞാറമൂട് വേറെ, ഇത് വേറെ. അപ്പൊ ഫുൾ പെട്രോൾ അടിച്ചാണേ, 100 രൂപയ്ക്ക് അടിക്കണം. ഓക്കെ, ക്യാമറ കെട്ടിയുമ്പോ പറയില്ലേ. മന്തി കഴിക്കണ ഷവായി മന്തി ഉണ്ടോ അവിടെ? ഇവൻ ഞാൻ മന്തി ഉണ്ടെന്നാണ് പറഞ്ഞത്. പോണില്ലേ? ഷവായി മന്തി ഉണ്ടോ അവിടെ? എന്റെ എല്ലാം കൂടി 500 രൂപ. കുട്ടി ട്രോഫി അപ്പോൾ കുട്ടീനെ വിളിച്ചേ മാമി എന്തോ നോക്കണം. മാമി ട്രോഫി കൊണ്ട് പോണാണ്. കൊച്ചു പിള്ളേരാണ് മാമി. വയസ്സിൽ കല്യാണം ആലോചിക്കുന്നത്, കെട്ടിയാൽ കൂടി മതി, ബാക്കിയെല്ലാം പൂർത്തി. ജിത്തിന് ആലോചിച്ചു. ഇവിടെ ഇപ്പൊ എന്തിന് ഷവായി കഴിക്കണ, ഇവിടെ ഫുഡ് കഴിക്കണ? ദോശ കഴിക്കാൻ. ദോശ മതിയാ നിങ്ങളെ ദിവസവും അവന്റെ ദിവസം. നിനക്ക് എന്ത് വേണം? എന്തിനു വേണം? നിനക്ക് എന്തിനു വേണം? എന്തിനു വേണം നിനക്ക്? പറ. എന്ത് സ്വീകരിക്കും? അല്ലല്ല പറ. എവിടെ കൊണ്ടുപോകുന്നത്? എന്റെ തല ഇങ്ങനെ തിരിച്ചു വെച്ചോളൂ, ഞാൻ അങ്ങോട്ട് വെക്കോളൂ, പേടിക്കാതെ. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ വരും? ഞാൻ അങ്ങോട്ട് വരും, ഇങ്ങനെ കിടന്ന് ഞാൻ ഇങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? എന്നോട് ഒരു കിടന്നോ. ഞാൻ നോക്കിയപ്പോഴേ രാവിലെ എണീച്ചപ്പോ ഇങ്ങനെ കിടക്കണം, ചെമ്മീരി ചേർന്നു.
ജുമേടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു സർപ്രൈസ് ബർത്ത്ഡേ ആയിരുന്നത് കൊണ്ടും അല്ലേ എന്തു വളരെ നല്ല എല്ലാം കൊണ്ടും നല്ല ബർത്ത്ഡേ ബോയ് ഒന്നും അറിയില്ല. ഒന്നും അറിഞ്ഞില്ല. അവ അവിടെ എവിടെ എന്ത് പറയും ക്യാമിയ തരാം അല്ലെ എൻട്രി തരാൻ വേണ്ടി സ്ലോ മോഷനോടെ നിക്കുന്നു. അങ്ങനത്തെ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ പക്ഷെ എല്ലാം കൊണ്ട് നല്ലൊരു ബർത്ത്ഡേ എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ബർത്ത്ഡേ. അപ്പം സൂപ്പർ ബർത്ത്ഡേ. ആ പന്നി പച്ചരിയായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എത്ര പേര് അഭിനയിക്കുന്നതാ? അഭിനയിച്ച ക്യൂട്ട്നെസ് അല്ലെങ്കിൽ കരച്ചിലെങ്കിലും കര ചേട്ടനല്ലടാ. ഭയങ്കര ഷോ ഭയങ്കര ഷോ. പക്ഷെ ഇവൻ പേടിച്ചെന്ന് തോന്നുന്നു. മറ്റേ പോപ്പർ അതല്ല ഇതിലെ പൊട്ടിച്ചോനും പേടിച്ച് പൊട്ടിയപ്പോ എല്ലാരും പേടിച്ച്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.